പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ കൊടും ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് 1.5 വർഷം മുമ്പെന്ന് വിവരം. പാക് ഭീകരൻ അലിഭായ്, ഹാഷി മൂസ എന്നിവരാണ് നുഴഞ്ഞു കയറിയത്. അതേസമയം ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പകുതിയോളവും സുരക്ഷാ കാരണങ്ങളാൽ അടച്ചു. താഴ്വരയിൽ നിരപരാധി ചോര വീഴ്ത്തിയ കൊടും കൃത്യത്തിന് കാരണക്കാർ ഭീകരവാദികൾ സാംബാക്കത്വ മേഖലയിൽ വേലി മുറിച്ച് രാജ്യത്തേക്ക് കടന്നവർ എന്നാണ് വിലയിരുത്തൽ. പാക് ഭീകരവാദികളായ അലിഭായ്, ഹാഷിം മൂസ എന്നിവർ സംഘത്തിലുണ്ടെന്നാണ് സ്ഥിരീകരണം. ഇതിൽ 7 പേരുടെ മരണത്തിന് കാരണമായ സോൻമാർഗ് ടണലാക്രമണത്തിൽ പങ്കാളിയാണ് അലിഭായ്. സാങ്കേതിക വിവരങ്ങളും ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും സംയോജിപ്പിച്ച് വനമേഖലകളിൽ തീവ്രമായ തെരച്ചിലാണ് സേന. അതിനിടയിൽ ജമ്മു കശ്മീരിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി തുടരുകയാണ്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 അടച്ചു. ചുരുങ്ങിയ നിലയിൽ മാത്രമാണ് ഇപ്പോൾ ശ്രീനഗറിലേക്കും പഹൽഗാമിലേക്കും ടൂറിസ്റ്റുകൾ എത്തുന്നത്. പഹൽഗാമിന് ചുറ്റുമുള്ള അതിവിശാലമായ വനമേഖലകളിൽ സൈന്യം നടത്തുന്നത് സമാനതകളില്ലാത്ത സെർച്ചിംഗ് ആണ്. ആ കാണും മട്ടിൽ ഇടതൂർന്ന പൈൻമരങ്ങൾ നിറഞ്ഞതാണ് പഹൽഗാം ചുറ്റുമുള്ള വനമേഖലകൾ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. എത്ര ദുർഘടമായ മേഖലയാണെങ്കിലും ഇന്നോ നാളെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ആ മേഖലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാരാമുള്ളയിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.